നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഊരക്കൊടുക്കിന്റെ കെട്ടഴിച്ച് പുറത്ത് ചാടാൻ സാറിന്റെ ഒരു സൂത്രവാക്യം അങ്ങോട്ട് പറഞ്ഞാട്ടെ. ചെയ്യാൻ ഞാൻ ചെയ്തിരിക്കും ഞാൻ. സുന്ദരി വിജിലൻസിന് കൊടുത്തിരിക്കുന്ന പരാതികളാണ് പ്രശ്നം. സുന്ദരി കൊടുത്തിരിക്കുന്ന പരാതികൾ അവള് തന്നെ പിൻവലിക്കണം. അത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യവും നടക്കില്ലെന്ന് മുൻവിധി എഴുതണ്ട ഉത്തമൻ സാറേ. ചില കാര്യങ്ങളെന്നല്ല, എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും നമുക്ക്. സുന്ദരിയെ കൊണ്ട് പരാതികൾ പിൻവലിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു വഴി തുറന്നെടുക്കാൻ നമുക്ക്. തുറന്നെടുത്തേ പറ്റൂ. എടാ വിനീതേ, മാലിനി എവിടെ? അവളെ അടുക്കളയിലൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഇത് ആര്? ഗുഡ് മോർണിംഗ്. എന്തു പറ്റി ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയത്? ഒന്നും പറയണ്ടടാ മോനെ, ഇന്നലെ ഉറങ്ങിയപ്പോ ഒരുപാട് താമസിച്ചു. നേരം വെളുത്ത് അറിഞ്ഞില്ല. ലേറ്റായി ഉറങ്ങാൻ എന്താ കാരണം? അച്ഛമ്മ കഥകളി കാണാൻ അങ്ങനെ പോയിരുന്നോ? അതൊക്കെ ഒരു വലിയ കഥയാ. അത് പറഞ്ഞു തരാൻ വേണ്ടിയാ ഞാൻ മാലിന്യെ തിരക്കിയത്. അവൾ എവിടെയെന്ന് പറ. ഈ അടുക്കളയിലും മുറിയിലും ഒന്നുമില്ല. ഞാനൊരു ചായ ചോദിച്ചിട്ട് അതുപോലെ അവൾ കിട്ടുന്നില്ല. തൽക്കാലം കട്ടൻ ചായ ഞാൻ തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത. ഷെടാ, എന്നാലും അവൾ എവിടാണെന്ന് പറയുന്നില്ലല്ലോ. എന്റെ അച്ഛമ്മ എന്നെ പോലെ ഉറങ്ങാൻ അനുവദിക്കാതെ നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പൂജാമുറിലോട്ട് കയറി പ്രാർത്ഥനയും തുടങ്ങിയിരിക്കുക. പ്രാർത്ഥനയോ? ഇതെന്താ പതിവില്ലാത്തൊരു പ്രാർത്ഥന? അച്ഛമ്മനെ ചെന്ന് ചോദിക്കുക, പൂജാമുറിലോട്ട് ചെല്ല്. ആഹാ, ഞാനൊന്ന് നോക്കട്ടെ. മാലിനി, മാലിനി.